ശുചിത്വം നമ്മൾ മലയാളികൾക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അത് നല്ല കാര്യമാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പറഞ്ഞ അത്തരത്തിലുള്ള വേസ്റ്റുകളോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അത് ചൂണ്ടിക്കാണിക്കാനും അത് കൃത്യമായിട്ടും വൃത്തിയാക്കണം എന്നൊക്കെ പറയാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വരാറുമുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. കാരണം വൃത്തി ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും അഭിമുഖീകരിച്ചൊരു പ്രശ്നമായിരിക്കും. നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ബാത്റൂമിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് അത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലം നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. എല്ലാ ബസ് സ്റ്റാൻഡുകളും ഞാൻ പറയില്ല, എന്നാലും ചില ബസ് സ്റ്റാൻഡുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, ഇതിന് ചുറ്റുമാണല്ലോ ഈ പറയുന്ന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും വന്നു പോകുന്നത്, അല്ലെങ്കിൽ പല ആളുകളും വന്നു പോവേണ്ട ഒരു സ്ഥലമാണല്ലോ ഇത്. പക്ഷെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്ലാസ്റ്റിക് വന്ന് വീണ് കിടക്കുന്നത് കണ്ടാൽ അത് എന്ത് ചെയ്യും, ഫൈൻ വരും എന്ന് പറയാൻ വരുന്ന അവരുടെ മൂക്കിന് താഴെ അല്ലെങ്കിൽ അവരുടെ തൊട്ട് അടുത്ത് എന്തുണ്ട്, ഒരു വൃത്തിയുമില്ലാതെ അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം കിടക്കുന്ന പല ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തുകൊണ്ട് രോഗങ്ങൾ വരില്ല, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ, അവിടെ വൃത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രശ്നമല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മളൊരു പ്രശ്നം മാത്രമല്ല നമ്മൾ എപ്പോഴും പറയാറ്, അതിനുള്ള സൊല്യൂഷൻ കൂടി പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വീക്കിലി എങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഒരു ഇൻസ്പെക്ഷൻസ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ ഏൽപ്പിച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എടുത്ത ആളുകൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പ്രോപ്പറായിട്ട് ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളും കൃത്യമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൃത്യമായിട്ടും നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു പരിഹരിക്കേണ്ട പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.